ഇനി എൻ്റെ കുറച്ച് കല്യാണ വിശേഷങ്ങളായാലോ? ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണം. നമ്മുടെ ലക്ഷ്യം കുത്താമ്പുള്ളിയാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ കഥാനായികനെയും കൂട്ടി അവരുടെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണല്ലോ. നമ്മളും പാലക്കാട്ടുകാർ തന്നെയാണ് കേട്ടോ. പക്ഷേ പാലക്കാട് നിന്നും 2 മണിക്കൂറോളം എടുത്തു കുത്താമ്പുള്ളിയിലേക്ക് എത്താനായിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ കുത്താമ്പുള്ളിയിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് കടന്നു. ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ സ്വന്തം സാമ്രാജ്യമായിട്ടുള്ള AR ഹാൻഡ്ലൂംസിലേക്കാണ്. റീൽസിലൂടെ മാത്രം കണ്ട് സുപരിചിതമായ വസ്ത്രങ്ങളുടെ ആ ഒരു വിസ്മയ ലോകത്തേക്ക് പോവുക. അതോടൊപ്പം തന്നെ നമ്മുടെ കല്യാണം പൊടി പൊളിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അവിടെ ഇറങ്ങിയ പാടെ തന്നെ സെക്യൂരിറ്റി അങ്കിൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടായി. അപ്പോൾ കല്യാണ ഷോപ്പിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ കല്യാണ ചെറുക്കനെയും പെണ്ണിനെയും അങ്കിൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യത്തിൽ AR ഹാൻഡ്ലൂംസിൽ നേരത്തെ തന്നെ എത്തി. അവിടെ ക്ലീനിങ് പരിപാടികൾ തകൃതിയായി നടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മാസ് എൻട്രി. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാനായിട്ട്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചേച്ചിമാർ വന്ന ഓരോ സെക്ഷനിലായിട്ട് വന്ന് നിന്നു. ഈ സാരി സെക്ഷൻ ഒഴിച്ച് മറ്റ് ഭാഗങ്ങളിലെല്ലാം ക്ലീനിങ് പരിപാടികൾ തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്കുള്ള ഓഴമാണ് ഡ്രസ്സ് എടുക്കണമല്ലോ. ആദ്യം മംഗല്യപ്പട്ട് എടുക്കണം എന്നാണ്. അങ്ങനെ കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സെല്ലാം ചേച്ചിമാർ വലിച്ചിടുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റും പിന്നെ കളേഴ്സും ഒന്നും സെറ്റാവുന്നില്ല. കുറേ വലിച്ചു വാരിയിട്ടു. അങ്ങനെ 2-3 സാരി നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൽ നിന്നും ട്രയലൊക്കെ നോക്കിയപ്പോൾ ഉള്ളതിൽ ഭേദം എന്ന് തോന്നിയ ഒന്ന് നമ്മൾ എടുക്കുകയുണ്ടായത് ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചേച്ചിമാരെ അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ സാരി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം തന്നെ ആ സാരിയുടെ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരണം. കാരണം അതിൻ്റെ മുന്താനയുടെ കുഞ്ചലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞങ്ങളത് ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു. ദേ ചേച്ചിമാർ ഇവിടെ സാരി കുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാരിയല്ല, വേറെ ആരുടെയോ ആണ്. ഒരു ഭാഗത്തായിട്ട് ചേച്ചിമാർ കുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് നേരിട്ട് എങ്ങനെ നെയ്ത്ത് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ നെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നെയ്ത്ത് നേരിട്ട് കാണുന്നത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് കൗതുകത്തോടെ അവിടെ കുറേ കുഞ്ഞു മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പ്രായമുള്ള ഞാൻ പോലും ഇങ്ങനെ നോക്കി നിന്നെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ. കെട്ടുസാരി എടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയമായി. അപ്പോഴത്തേക്കും ചായ കുടിയുടെ സമയമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഏറിൻ്റെ തൊട്ട് താഴെ തന്നെ കൊണ്ടുപോയിട്ട് ചായയും അതുപോലെ സ്നാക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കുള്ള സാരികൾ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. എനിക്ക് സാരി നോക്കി എനിക്ക് സെറ്റായില്ല. അങ്ങനെ ബാക്കി അമ്മയ്ക്കും അമ്മായിമാർക്കും ചേച്ചിമാർക്കുള്ള സാരിയൊക്കെ നോക്കുന്ന തിരക്കിലാണ്. ചെറുക്കൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ സാരികൾ. അങ്ങനെ കുറേ സാരികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഈ സെക്ഷനിൽ യൂണിഫോം ആയിട്ടോ, കാരണം ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേപോലത്തുള്ള സാരികളാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും സാരിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സമയമായി. ഇനിയിപ്പോൾ അമ്മൂമ്മമാർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, ഞാനും പോയി സെയിൽസ് ഗേളായി നിന്നു. ചേച്ചി വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ സെറ്റും മുണ്ടും അതിലൊന്നും പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മൂമ്മമാർക്കൊക്കെ ഞാൻ തന്നെ വേഗം എടുക്കുകയുണ്ടായിരുന്നത്. അങ്ങനെ പെൺപടകളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ കല്യാണച്ചെക്കന് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവനെടുക്കാൻ വേണ്ടി പോയി. അവന് കുർത്തയും മുണ്ടുമാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ കെട്ടുസാരി കുഞ്ചലെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മൾ റിസപ്ഷൻ ഡ്രസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ പോയി അവിടെ സെൽഫി കോർണറിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, രാജേഷേട്ടൻ്റെ സ്വന്തം സ്ഥലമാണല്ലോ ഇത്. അപ്പം ഞങ്ങളും അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. സാരികൾക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിസപ്ഷൻ ഡ്രസ്സിന് അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കുത്താമ്പുള്ളി മുഴുവൻ ഞങ്ങൾ കറങ്ങി. പക്ഷേ റിസപ്ഷൻ ഡ്രസ്സ് നമുക്ക് സെറ്റായില്ല. പിന്നെ നേരെ വിട്ടു പാലക്കാടിലേക്ക്. പാലക്കാട് നിന്ന് നേരെ പോയത് നമ്മുടെ ഗണപതി സിൽക്സിലാണ്. അപ്പോൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടൈമായിരുന്നു. പുതിയ കളക്ഷൻസൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് ഗണപതിയിലേക്ക് പോയത്. അവിടെ പോയപ്പോൾ ആദ്യം ഒന്നെടുത്തു, അത് അത്ര ഇതുണ്ടായില്ല. പിന്നെ അടുത്തത് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അടിപൊളിയായിരുന്നു കാണാനായിട്ട്.
ഇനി അടുത്തതായിട്ട് എൻ്റെ ഊഴമാണ്. കാരണം കല്യാണ പെണ്ണ് കഴിഞ്ഞ് അടുത്ത് തിളങ്ങി നിൽക്കേണ്ടത് പിന്നെ ഞാനാണല്ലോ. കുറേ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ടു, ഒന്നും സെറ്റായില്ല. അവസാനം കല്യാണ പെണ്ണിനോട് ചെറുതായി ഒന്ന് മാച്ച് ചെയ്യുന്നൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് അവസാനം സെലക്ട് ചെയ്തത്. ചിന്നൂസിന് പിന്നെ എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളെ കാണാൻ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.